നമ്മൾ ഓംസ് ലോ ഡിസ്കസ് ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് ഓമിക് ഡിവൈസസ്, എന്താണ് നോൺ ഓമിക് ഡിവൈസസ്, അല്ലെങ്കിൽ ഓമിക് കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഡിവൈസസ് ആണ് ഓമിക് ഡിവൈസസ്, ഓംസ് ലോ ഒബേ ചെയ്യാത്ത ഡിവൈസസ് ആണ് നോൺ ഓമിക് ഡിവൈസസ്. അല്ലെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ആണ് ഓമിക് കണ്ടക്ടേഴ്സ്, ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സ് ആണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അതായത് ചില ഡിവൈസുകൾ എന്ത് ഒബേ ചെയ്യാറില്ല, ഓംസ് ലോ ഒബേ ചെയ്യാറില്ല. അത്തരത്തിലുള്ള കുറച്ച് ഡിവൈസുകളും അതേപോലെ തന്നെ അവരുടെ VI ഗ്രാഫുകളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടോപ്പിക് ഇതാണ്, ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. നമ്മൾ 3 തരത്തിലുള്ള മെറ്റീരിയൽസിന് എടുത്തിട്ടുണ്ട്. ഒന്നാമതായി ഒരു കണ്ടക്ടറിന് എടുത്തിരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് കണ്ടക്ടറുകൾ. രണ്ടാമത്തേത് ഒരു ഡയോഡ്, അതായത് LED ഒക്കെ പോലെയുള്ള ഡയോഡ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED-യുടെ ഫുൾ ഫോം. അതായത് LED എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡയോഡാണ്. അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞതാണ്, കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയിൽ വരുന്ന കണ്ടക്ടിവിറ്റി, കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്ററിനും ഇടയിൽ വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, സിലിക്കൺ ജെർമേനിയം ഒക്കെ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആണ്. അല്ലാതെ സെമി കണ്ടക്ടർ അല്ലാത്ത 2 പേരെ കൂട്ടിച്ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സെമി കണ്ടക്ടറിനെ ഉണ്ടാക്കാം. അത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിന് വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. അതിനൊരു എക്സാമ്പിളാണ് ഗാലിയം ആർസനൈഡ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടറിനെയാണ്. ഈ 3 കേസുകളിലും ഏത് രീതിയിലായിരിക്കും നമുക്കൊരു IV ഗ്രാഫ് അല്ലെങ്കിൽ VI ഗ്രാഫ് വരയ്ക്കാനായിട്ട് സാധിക്കുക. അവർ ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒരു കണ്ടക്ടറിന് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു VI ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. അതായത് X ആക്സിസ് കറൻറ്റും Y ആക്സിസ് വോൾട്ടേജുമാണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ലീനിയർ ഗ്രാഫായിരിക്കും കിട്ടുക. അതായത് ഒരു കണ്ടക്ടർ ഞാൻ എടുത്തു, എക്സാമ്പിളായിട്ടൊരു കോപ്പർ വയർ എടുത്തെന്ന് വിചാരിക്കുക. അതിലേക്ക് ഞാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു. അതിനനുസരിച്ച് ആ കണ്ടക്റ്റിംഗ് വയറിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ കോപ്പർ വയറിൻ്റെ ഉള്ളിൽ കൂടി കറൻറ്റ് ഫ്ലോ ചെയ്യും. കുറേ നേരം നമ്മൾ ആ ഒരു സർക്യൂട്ട് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു കണ്ടക്ടർ ഒരല്പം ചൂടാകും. അതായത് അതിൻ്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസും കൂടും. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള കറൻറ്റ് കുറയും. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലും റെസിസ്റ്റൻസ് കൂടുന്നത് കാരണം കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ആരിലുണ്ടായിരിക്കില്ല, കറൻറ്റിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഗ്രാഫ് വരിക എന്ന്. ചൂടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ, അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടി, ഒരു കോപ്പർ വയറിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് സമയത്തേക്കാണ് നമ്മൾ കറൻറ്റ് കടത്തിവിടുന്നതെങ്കിൽ കാര്യമായിട്ടുള്ള ചൂടൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. കൃത്യമായി VI പ്രൊപ്പോർഷണാലിറ്റി ആ ഒരു കണ്ടക്ടർ ഒബേ ചെയ്യും. അതായത് ഈ ഒരു പോയിന്റ് വരെ V പ്രൊപ്പോർഷണൽ ടു I തന്നെയാണ്. പക്ഷേ കണ്ടക്ടർ ചൂടായതിന് ശേഷം ആ കണ്ടക്ടറിൻ്റെ എന്തു മാറും, റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് കൂടുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റ് അവിടെ കുറഞ്ഞു വരും. അതായത് VI ഗ്രാഫ് ഒരു പരിധി വരെ പ്രൊപ്പോർഷണലാണ്. അതായത് നമ്മുടെ കണ്ടക്ടർ ചൂടാകുന്നത് വരെ VI പ്രൊപ്പോർഷണാലിറ്റി ആ ഒരു കണ്ടക്ടർ ഹോൾഡ് ചെയ്യും. പക്ഷേ ചൂടായതിന് ശേഷമോ നമ്മൾ കാര്യമായിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ കറൻറ്റ്, പൊട്ടൻഷ്യലും അതുപോലെ തന്നെ കറൻറ്റും തമ്മിലുള്ള ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി ലീനിയർ അല്ല. ഇവിടെ വെച്ച് ഗ്രാഫിന് ചെറിയൊരു വ്യതിയാനം സംഭവിച്ചു. ചൂടായതിന് ശേഷം റെസിസ്റ്റൻസ് മാറുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റും മാറുന്നു. ഇതാണ് ആ ഒരു ഗ്രാഫ് ഈ ഒരു പോയിന്റിന് ശേഷം ലീനിയർ ആയി പോകാത്തതിൻ്റെ കാരണം. ഈ ഒരു പോയിന്റിന് ശേഷം എന്ത് സംഭവിച്ചു, പൊട്ടൻഷ്യൽ വളരെ അധികം ഇൻക്രീസ് ചെയ്തു. നോക്കാം നമുക്ക്. ഈ ഒരു പോയിന്റിന് ശേഷം പൊട്ടൻഷ്യൽ വളരെയധികം ഇൻക്രീസ് ചെയ്തു. പക്ഷേ കാര്യമായിട്ടുള്ളൊരു മാറ്റം ആരിലുണ്ടായിട്ടില്ല, ആ കറൻറ്റിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇതാണ്, പൊട്ടൻഷ്യൽ അവിടെ കൂടുന്നതിനനുസരിച്ച് കറൻറ്റ് കൂടേണ്ടതാണ്. പക്ഷേ റെസിസ്റ്റൻസും അവിടെ കൂടുന്നു. പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് അവിടെ കറൻറ്റ് കൂടേണ്ടതാണ്. പക്ഷേ ടെമ്പറേച്ചർ കൂടിയതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുന്നു. കറൻറ്റിൽ കാര്യമായിട്ട് ഒരു ഇൻക്രീസ് അവിടെ ഉണ്ടാകുന്നില്ല. പോയിന്റിന് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു, V കൂടുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് അതിൽ അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ഇതാണ്, ഈ പോയിന്റ് വരെ ടെമ്പറേച്ചർ കുറവായിരുന്നു. ഈ പോയിന്റിന് ശേഷം ടെമ്പറേച്ചർ കൂടി.
അതായത് റെസിസ്റ്റൻസ് കൂടി കറണ്ട് ഒരല്പം കുറഞ്ഞു. അതായത് കറണ്ടിന് കാര്യമായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കണ്ടക്ടറിൻ്റെ VI ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അത് സ്ട്രെയിറ്റ് ലൈൻ ആകണമെന്ന് നിർബന്ധമില്ല. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ VI പ്രൊപ്പോർഷണാലിറ്റി ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു കണ്ടക്ടറിന് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു പോയിന്റിന് ശേഷം ആ ഒരു കണ്ടക്ടർ എന്ത് ഒബേ ചെയ്യുന്നില്ല? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഇനി നമുക്കൊരു ഡയോഡ് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LED, നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള LED ഒരു ഡയോഡാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED ഒരു ഡയോഡാണ്. ഡയോഡിൻ്റെ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ കറൻറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുക. നോക്കൂ, കറണ്ട് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് Y ആക്സിസിലാണ്, പൊട്ടൻഷ്യൽ ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് X ആക്സിസിലുമാണ്. ഗ്രാഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒറിജിനിൽ നിന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകുക. ആദ്യത്തെ കുറച്ച് ഭാഗത്ത് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള കറണ്ട് അവിടെ നമുക്ക് ലഭിക്കുന്നില്ല. ഈ ഒരു പോയിന്റിന് ശേഷം മാത്രമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് പീക്ക് ചെയ്യുന്നത്. എങ്കിൽ കൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ചെറിയ രീതിയിൽ പൊട്ടൻഷ്യൽ നമ്മൾ കൂട്ടുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വലിയൊരു ഇൻക്രീസ് കറണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഡയോഡ് നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു LED എടുക്കുകയാണെങ്കിൽ LEDക്ക് ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ടായിരിക്കും. LEDയുടെ പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു കണക്ഷനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസ്. എങ്കിൽ മാത്രമേ ആ LED അവിടെ വർക്ക് ചെയ്യുകയുള്ളൂ. തിരിച്ചും പറ്റും. LEDയുടെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള കണക്ഷനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയാസ്. ഒരു LEDയെ അല്ലെങ്കിൽ ഒരു ഡയോഡിനെ നമ്മൾ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് ഈ രീതിയിലായിരിക്കും ലഭിക്കുക. അതായത് വോൾട്ടേജ് കറണ്ട്, X ആക്സിസ് വോൾട്ടേജും കറണ്ട് Y ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയോഡിനെ ഫോർവേഡ് ബയാസിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് ഒരു IV ഗ്രാഫ് ലഭിക്കുക. അത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. തിരിച്ച്, അതായത് ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് റിവേഴ്സ് ബയാസാണ്. റിവേഴ്സ് ബയാസിൽ ഒരു ഡയോഡിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവിടെ ഗ്രാഫ് ലഭിക്കുക. ഇവിടെ നമ്മൾ വോൾട്ടേജ് തന്നെയാണ്, പൊട്ടൻഷ്യൽ തന്നെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, താഴേക്ക് കറണ്ട് തന്നെയാണ് പ്ലോട്ട് ചെയ്തിരുന്നത്. ഇവിടെ നോക്കൂ, ഗ്രാഫ് ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അവിടെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഫോർവേഡ് ബയാസിലും റിവേഴ്സ് ബയാസിലും ഒരിക്കലും I പ്രപ്പോർഷണൽ ടു V അല്ല, തിരിച്ച് പറയുകയാണെങ്കിൽ V പ്രപ്പോർഷണൽ ടു Iയും അല്ല. ഒരു ഡയോഡ് ഒരിക്കലും എന്ത് ഒബേ ചെയ്യുന്നില്ല? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. പക്ഷേ കണ്ടക്ടർ നോക്കൂ, കണ്ടക്ടർ അത് ചൂടാകുന്നത് വരെ ഓംസ് ലോ ഒബേ ചെയ്തിരുന്നു. പക്ഷേ ചൂടായതിനു ശേഷമാണ് ഓംസ് ലോ ഒബേ ചെയ്യാതിരുന്നത്. ഒരു ഡയോഡ് അവിടെ ജന്മനാ തന്നെ, അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് അവിടെ ഉള്ളപ്പോൾ തന്നെ ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. IV ഗ്രാഫ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു സെമി കണ്ടക്ടർ, ഗാലിയം ആർസനൈഡ് എന്ന് പറഞ്ഞ പോലുള്ള ഒരു സെമി കണ്ടക്ടർ എടുക്കാം. ജന്മനാ തന്നെ സെമി കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് സിലിക്കൺ, ജെർമേനിയം ഇതുപോലുള്ള എലമെൻറ്റ് സെമി കണ്ടക്ടേഴ്സ്. ഇനി സെമി കണ്ടക്ടേഴ്സ് അല്ലാത്ത ഒന്ന് രണ്ട് എലമെൻറ്റുകളെ കൂട്ടിച്ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സെമി കണ്ടക്ടർ ഉണ്ടാക്കാം. അത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. ഗാലിയം ആർസനൈഡ് ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ഇനി ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടറിൻ്റെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാലോ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കറണ്ട് നമ്മുടെ Y ആക്സിസിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് X ആക്സിസിലുമാണ്. ഇവിടെ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ലീനിയർ റീജിയൻ ആണ്. നോക്കൂ, V പ്രപ്പോർഷണൽ ടു I തന്നെയാണ്. V കൂടുന്നതിനനുസരിച്ച് Iയും കൂടുന്നുണ്ട്, ഒരു ചെറിയ റീജിയൻ വരെ മാത്രം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടൻഷ്യൽ നോക്കൂ, പൊട്ടൻഷ്യലും കറണ്ട് തമ്മിലുള്ള ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. നേരെ പോയിക്കൊണ്ടിരുന്ന ഗ്രാഫ് ഒരല്പം മുകളിലേക്ക് വളഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് റീജിയൻ 1 ആണ്. ഒരു പരിധിക്ക് ശേഷം നമ്മൾ പൊട്ടൻഷ്യൽ കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് അവിടെ കുറഞ്ഞു വരും. ഞാനിവിടെ രണ്ട് റീജിയൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ റീജിയൻ, ഇത് രണ്ടാമത്തെ റീജിയൻ. ഇവിടെയുള്ള റീജിയനിൽ, ഞാൻ തൊട്ട് കാണിച്ചിരിക്കുന്ന റീജിയനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം Vയും Iയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതൊരു ലീനിയർ റീജിയൻ ആണ്.
ഗ്രാഫ് നേരെ പോകുന്ന റീജിയനാണ്. ഇനി 1 എന്ന് പറയുന്ന റീജിയനിലും 2 എന്ന് പറയുന്ന റീജിയനിലും എങ്ങനെയായിരിക്കും ഗ്രാഫ് ലഭിക്കുക? 1 എന്ന റീജിയനിൽ ആ ലീനിയാരിറ്റി മാറി ഇതൊരല്പം വളഞ്ഞു. അങ്ങനെയാണെങ്കിൽ റീജിയൻ 1നെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ലീനിയർ റീജിയൻ എന്ന് വിളിക്കാം. ഇനി ഇവിടെ റീജിയൻ 2 ഉണ്ട്. റീജിയൻ 2ൽ എന്താ സംഭവിച്ചത്? പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് കറണ്ട് അവിടെ കുറഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചിന്തിക്കുക? പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റും കൂടണം. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും R=V/I. പക്ഷേ നമ്മൾ ചിന്തിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ കൂടുന്നു, പക്ഷേ കറണ്ട് അവിടെ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസിന് നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. റീജിയൻ 2നെ നമ്മൾ വിളിക്കുന്നു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഈ 3 ഗ്രാഫുകളും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ചില ആളുകൾ, ചില മെറ്റീരിയൽസ് ആദ്യത്തെ കുറച്ച് സമയം ഓംസ് ലോ ഒബേ ചെയ്യുകയും പിന്നീട് ഓംസ് ലോ ഒബേ ചെയ്യാതിരിക്കുകയും ചെയ്യും. ചില മെറ്റീരിയൽസ് തുടക്കം മുതൽ തന്നെ ഓംസ് ലോ ഒബേ ചെയ്യാതിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കണം. ടോപ്പിക് ഇതായിരുന്നു, ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. നമുക്ക് വേണമെങ്കിൽ ഒരു VA ഗ്രാഫ് വരയ്ക്കാം, അല്ലെങ്കിൽ IV ഗ്രാഫും വരയ്ക്കാം. ഒരു കണ്ടക്ടറിൻ്റെ VA ഗ്രാഫ് ഓർത്ത് വയ്ക്കണം, ഒരു ഡയോഡിൻ്റെ IV ഗ്രാഫും, അതുപോലെ തന്നെ ഗാലിയം ആർസനൈഡ് പോലെയുള്ള ഒരു സെമി കണ്ടക്ടറിൻ്റെ IV ഗ്രാഫും നമ്മൾ ഓർത്ത് വയ്ക്കണം.